ഒരു സമ്മാനം. മിടുക്കിയാവും. എവിടെ നാട്? നാട് അമേരിക്കക്കാരിയാണ്. ജനിച്ചതും വളർന്നതൊക്കെ അവിടെയാ. സെക്കൻഡറിക്ക് ഇവിടെ ചേർന്നത്. ഓഹോ, പിന്നെ എങ്ങനെ കിട്ടി കുട്ടിക്ക് ഇത്ര ശുദ്ധമായ മലയാളം? അച്ഛന്റെ അമ്മയുടെ വീട് ഒറ്റപ്പാലത്താ. അങ്ങനെ വരട്ടെ. അമേരിക്കയിലായാലും ആഫ്രിക്കയിലായാലും മത്തം കുത്തിയാ കുമ്പളം മുളയ്ക്കോ? എന്റെ കവിത തന്നെ തിരഞ്ഞെടുക്കാൻ എന്താ കാരണം? കാരണമൊന്നുമില്ല. സാറാ വരണമെന്നറിഞ്ഞപ്പോ ഒരു രസം. എഴുതിയതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്കിഷ്ടാ പ്രൊമത്യൂസ്. ഇയാൾക്കും അറിയാം കുറേശ്ശെ കവിത. സാറിന്റെ കവിതയിൽ കോറസ് ഉണ്ടായിരുന്നില്ലല്ലോ, അത് ഹരിത എഴുതി ചേർത്തത്. എഴുതണം, ധാരാളം എഴുതണം. ഹരിതയ്ക്ക് നല്ല ഭാവിയുണ്ട്. പറഞ്ഞു കൊടുക്കണം സർ. എല്ലാം ഉണ്ട് കുറേശ്ശെ. ഇത്തിരി സംഗീതമുണ്ട്, വയലിൻ വായിക്കും, 5-6 കൊല്ലം ഡാൻസ് പഠിച്ചിട്ടുണ്ട്, നന്നായിട്ട് എഴുതും. പക്ഷെ ഉഴപ്പാ. ഹലോ മിസ്റ്റർ ചന്ദ്രദാസ്. എന്താ സിസ്റ്റർ, ചന്ദ്രദാസിനെ പോലുള്ള ഗസ്റ്റുകൾ വരുമ്പോ വിസിറ്റേഴ്സ് റൂമിലാണോ ഇരുത്തേണ്ടത്? എന്റെ ഓഫീസിൽ ഇരുത്താമായിരുന്നില്ലേ? ഞാൻ പറഞ്ഞു, പക്ഷേ അദ്ദേഹം ഇവിടെ ഇരുന്നാ മതിയെന്നാ പറഞ്ഞത്. സാറ് ഹരിതയെ അഭിനന്ദിക്കാൻ വന്നതാ. ഓ, വെരി ഗുഡ് വെരി ഗുഡ്. അഭിനന്ദിച്ച് കഴിഞ്ഞിരിക്കുമല്ലേ? കീപ് ഇറ്റ് അപ്പ് ഹരിത മേനോൻ. നമുക്ക് ഓഫീസിൽ പോയിരുന്ന് ഒരു കപ്പ് കാപ്പി കുടിച്ചിട്ട് പോകാം. വരൂ.